എല്ലാവർക്കും ആദി സപ്നാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. 2020 വേൾഡ് കപ്പിലെ ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. ഈ വിജയത്തിന് അടിത്തറ പാകിയത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന താരം സഞ്ജു സാംസൺ. നിരന്തരമായുള്ള ഫോമില്ലായ്മയെ തുടർന്ന് ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന സഞ്ജു സാംസൺ ക്വാർട്ടർ ഫൈനലിൻ്റെ അതേ സ്വഭാവത്തിലുള്ള മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് ടീമിലെ സ്ഥാനം ഉറപ്പിച്ചു. അന്ന് അവസാനിപ്പിച്ചിടത്ത് നിന്ന് തുടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം മുഴുവൻ കണ്ടത്. ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വേഗത കൂടിയ ബൗളർമാരിൽ ഒരാളായ ജെഫ്രി ആർച്ചറിനെ കണക്കിന് ശിക്ഷിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ തൻ്റെ പോരാട്ടവീര്യം ഇന്നും പുറത്തെടുത്തത്. സ്വന്തം സ്കോർ 18 നിൽക്കെ സഞ്ജുവിനെ ലൈഫ് ലഭിച്ചെങ്കിലും പിന്നീട് നിരന്തരം ബൗണ്ടറികളും സിക്സറുകളും പറത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇംഗ്ലണ്ട് അവരുടെ എല്ലാ ബൗളർമാരെയും മാറി മാറി പരീക്ഷിച്ചിട്ടും സഞ്ജുവിനെ പുറത്താക്കാൻ അവർക്ക് സാധിച്ചില്ല. ആദ്യം ഇഷാൻ കിഷൻ്റെ കൂടെ ഗംഭീരമായ വെടിക്കെട്ട് പ്രകടനമാണ് ഇരുഭാഗത്തും ഇഷാൻ കിഷനും സഞ്ജു സാംസണും നടത്തിയത്. ബാറ്റിംഗ് ഓർഡറിൽ പ്രമോഷൻ ലഭിച്ചു വന്ന ശിവം ദുബെയും അവസരത്തിനൊത്തുയർന്നു. അതിനുശേഷം വന്ന തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ എന്നിവർ അവസാനത്തിൽ വൻ തോതിൽ സ്കോർ ഉയർത്തുന്നതിന് നിർണായക പങ്കുവഹിച്ചു. അവസാന ഓവറുകളിലൂടെ ഈ വെടിക്കെട്ടാണ് അന്തിമ വിശകലനത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ കലാശിച്ചത്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സഞ്ജു സാംസൺ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഫൈനലിലും സഞ്ജുവിൻ്റെ മികച്ച പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്താകമാനമുള്ള ക്രിക്കറ്റ് ആരാധകരും സഞ്ജു സാംസൻ്റെ ആരാധകരും. ഇംഗ്ലണ്ടിൻ്റെ പോരാട്ടവീര്യം ഈ അവസരത്തിൽ പറയാതിരിക്കാൻ സാധിക്കില്ല. 2020 ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോറുകളിലേക്ക് ഒന്നെത്താൻ ഉള്ള ശ്രമം ഇംഗ്ലണ്ട് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി. ഇടയ്ക്ക് ജസ്പ്രീത് ബുംറയുടെയും ഹർദിക് പാണ്ഡ്യയുടെയും അവസാന ഓവറുകളാണ് അവരെ ലക്ഷ്യത്തിൽ നിന്ന് തടഞ്ഞത്. ഇനി ഫൈനലിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സ്പോർട്സ് സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾ ഉറപ്പുവരുത്തുക.